എന്റെ പ്രിയമുള്ളവരെ, ഏത് ഭർത്താവെന്നറിയുവോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും കൂടെ ദാമ്പത്യ ജീവിതം നയിച്ചത് 25 കൊല്ലമായിരുന്നു. 25 വർഷമാണ് അല്ലാഹുവിന്റെ റസൂലും തന്റെ ഭാര്യയും ഒരുമിച്ച് ജീവിച്ചത്. 25 കൊല്ലം ഒരുമിച്ച് ജീവിച്ചു. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തിനാൽ പണിത ഒരു കൊട്ടാരം അല്ലാഹു ഖദീജ ബീവിക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്തിനാണ് അല്ലാഹു കൊടുക്കുന്നതെന്നറിയുവോ? 25 കൊല്ലം തന്റെ ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീവി സംസാരിച്ചിട്ടില്ല. അതിനല്ല കൊടുക്കുന്ന പ്രതിഫലവാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവിനും നല്ലതുപോലെ പഠിക്കാനുള്ള ചരിത്രമാണ്. അല്ലാഹുവേ, ഖദീജ ബീവിക്ക് 65 വയസ്സായി, പടുവൃദ്ധയായി, കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രവും ധരിച്ചിട്ട് ഖദീജ ബീവി കാത്തു നിൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ കിടന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാ. എന്തേ ഖദീജ, എന്തേ ഖദീജ, യാ റസൂലല്ലാഹ്, എന്ത് പ്രകാശമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച്, 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? അവസാനം ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ, എനിക്ക് പോകാ സമയമായി നബിയേ. 25 കൊല്ലം നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയില് എപ്പോഴെങ്കിലും ഞാൻ അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുകയാ. ഓരോ രാത്രിയും ചോദിക്കണം പെങ്ങള്,